നമസ്കാരം. യൂട്യൂബ് ചാനലിലൂടെ മതപ്രഭാഷണം, ഒപ്പം മന്ത്രവാദവും അന്ധവിശ്വാസവും. ആടിമുടി ദുരൂഹമാണ് മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിൽ മരിച്ച അസ്മ എന്ന യുവതിയുടെ ഭർത്താവ് സിറാജുദ്ദീനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. ആലപ്പുഴ സ്വദേശിയായ ഇയാൾ ഭാര്യയും കുട്ടികളുമൊത്ത് മലപ്പുറത്ത് വാടകയ്ക്കായിരുന്നു താമസം. നാട്ടുകാരുടെ പോലും അധികം സമ്പർക്കം ഇയാൾക്കുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ഇയാളുടെ ജോലി എന്തെന്നോ കുടുംബത്തെക്കുറിച്ചോ അധികം ആർക്കും അറിവുണ്ടായിരുന്നില്ല. മടവൂർ കാഫില എന്ന പേരിൽ ഇയാൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. 2018 തുടങ്ങിയ ഈ ചാനലിന് 63,000-ലധികം സബ്സ്ക്രൈബർമാരുണ്ട്. ഇതിനോടകം 742 വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മിക്ക വീഡിയോകൾക്കും 2,000-3,000 കാഴ്ചക്കാർ വീതമുണ്ട്. എല്ലാം തന്നെ മതവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. മന്ത്രവാദവും അന്ധവിശ്വാസവും കൊണ്ടു നടന്ന ഇയാൾ സിദ്ധവൈദ്യത്തിലായിരുന്നു വിശ്വാസം അർപ്പിച്ചിരുന്നത്. ആദ്യത്തെ 4 പ്രസവങ്ങളും വീട്ടിൽ തന്നെയായിരുന്നു നടത്തിയിരുന്നത്. 1.5 വർഷം മുൻപാണ് ഈ കുടുംബം ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിലെത്തുന്നത്. ഈ വീട്ടിൽ താമസിക്കുന്നത് ആരൊക്കെയാണെന്ന് പോലും നാട്ടുകാർക്കോ അയൽക്കാർക്കോ അറിയില്ല. പേര് പോലും അറിയാത്ത ദുരൂഹത നിറഞ്ഞ കഥാപാത്രമാണെന്നാണ് നാട്ടുകാരിൽ പലരും ഇയാളെക്കുറിച്ച് പറയുന്നത്. ഈ കുടുംബത്തിൽ 4 കുട്ടികൾ ഉള്ളത് പോലും ആർക്കും അറിയില്ല. കുട്ടികളെ സ്കൂൾ ബസ്സിൽ വിടാനായി മാത്രമാണ് സിറാജുദ്ദീൻ്റെ ഭാര്യ പുറത്തിറങ്ങുന്നത്. 9ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും LKGയിലും പഠിക്കുന്ന കുട്ടികളെ പലരും കണ്ടിട്ടുണ്ടെങ്കിലും മറ്റൊരു കുഞ്ഞു കൊച്ചു കൂടി അവിടെ ഉണ്ടെന്നുള്ളത് ആർക്കും അറിയില്ല. കഴിഞ്ഞ ദിവസം അസ്മയെ പുറത്തു കണ്ടപ്പോൾ അയൽക്കാരി ഗർഭിണിയാണോ എന്ന് ചോദിച്ചെന്നും 8 മാസം ഗർഭിണിയാണെന്നും യുവതി മറുപടി നൽകിയതായും നാട്ടുകാർ പറയുന്നു. സിറാജുദ്ദീന് എന്താണ് ജോലി എന്ന് നാട്ടുകാർക്ക് അറിയില്ല. കാസർഗോഡ് ഒരു പള്ളിയിലാണ് ജോലി എന്നാണ് വീട്ടുടമസ്ഥനോട് പറഞ്ഞിരുന്നത്. പ്രഭാഷണത്തിന് പോകാറുള്ളത് നാട്ടുകാരിൽ ചിലർക്കൊക്കെ അറിയാം. ഇയാൾക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങളും നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും എല്ലാത്തിനും യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ഇയാൾ മറുപടി നൽകിയിരുന്നത്. ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും തന്നെ ആ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നില്ല. മാതാപിതാക്കളും കൂടെ താമസിക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നു. എന്നാൽ ഇതിലും വ്യക്തത വന്നിട്ടില്ല. ആശുപത്രിയിൽ ചികിത്സ തേടാതെ വീട്ടിൽ പ്രസവിക്കാൻ വാശി പിടിച്ചതാണ് അസ്മ എന്ന യുവതിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. അസ്മയുടെ മരണം ഭർത്താവ് സിറാജുദ്ദീൻ മറച്ചുവെച്ചുവെന്ന് അയൽവാസികൾ വെളിപ്പെടുത്തി. ചോരക്കുഞ്ഞിനെ പോലും സിറാജുദ്ദീൻ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്നും പെരുമ്പാവൂരിൽ എത്തിയ ശേഷം അയൽവാസികളാണ് കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് മാറ്റിയതെന്ന് ബന്ധു ഷെമീന വിവരിച്ചു. ആംബുലൻസ് ഡ്രൈവറോട് സിറാജ് യുവതിക്ക് ശ്വാസം മുട്ടലാണെന്നാണ് പറഞ്ഞതെന്ന വിവരവും പുറത്തു വന്നിരുന്നു. അതേസമയം സിറാജുദ്ദീനെ യുവതിയുടെ ബന്ധുക്കൾ കയ്യേറ്റം ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. സിറാജുദ്ദീൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇന്നലെയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. അക്യുപങ്ചർ രീതി പ്രകാരം വീട്ടിൽ പ്രസവിക്കുന്നതിനിടയിലാണ് യുവതി മരണപ്പെട്ടതെന്നാണ് വ്യക്തമാകുന്നത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. വീട്ടിൽ പ്രസവം നടന്നത് ഇന്നലെ വൈകുന്നേരം 6 മണിക്കാണ്. യുവതി മരിച്ചു എന്ന് ഭർത്താവ് സിറാജുദ്ദീൻ മനസ്സിലായത് 9 മണിക്കുമായിരുന്നു. ശേഷം യുവതി മരിച്ചു എന്ന് ഭർത്താവ് വീട്ടുകാരെ വിളിച്ചറിയിക്കുകയായിരുന്നു. മൃതദേഹവുമായി പെരുമ്പാവൂരിലെ വീട്ടിലേക്ക് എത്തിയപ്പോൾ പോലീസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പ്രസവ വേദനയുണ്ടായിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോയില്ലെന്ന് അസ്മയുടെ വീട്ടുകാർ പോലീസിനോട് പറഞ്ഞു. ഭർത്താവ് സിറാജുദ്ദീനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നത്. യൂട്യൂബ് ചാനൽ നടത്തുന്ന സിറാജുദ്ദീൻ നിരവധി പ്രഭാഷണങ്ങളും നടത്തിയിരുന്നു. യുവതി മരിച്ച സംഭവത്തിൽ ഇൻക്വസ്റ്റ് നടപടികളും പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തുടർ നടപടികൾ ഉണ്ടാവുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അസ്മ ഗർഭിണിയായിരുന്ന കാര്യം മറച്ചുവെക്കുകയും ചെയ്തിരുന്നുവെന്നും ആരോപണമുണ്ട്. ഇക്കാര്യം ആശാപ്രവർത്തകരോ നാട്ടുകാരോ അറിഞ്ഞാൽ ആശുപത്രിയിൽ പോകേണ്ടി വരുമെന്നതിനാലാണ് വിവരം മറച്ചുവെച്ചത്. കഴിഞ്ഞ ജനുവരിയിൽ ആശാപ്രവർത്തകർ വീട്ടിലെത്തി അന്വേഷിച്ചപ്പോൾ അസ്മ ഗർഭിണിയല്ലെന്ന വിവരം നൽകിയിരുന്നുവെന്ന് വാർഡ് മെമ്പർ വെളിപ്പെടുത്തി. പെരുമ്പാവൂർ അറക്കപ്പടി സ്വദേശിയാണ് മരിച്ച അസ്മ. ആലപ്പുഴ സ്വദേശി ഭർത്താവ് സിറാജുദ്ദീനും മക്കൾക്കുമൊപ്പം മലപ്പുറം ചക്കിട്ടപ്പാറയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇവർ. 35 വയസ്സായിരുന്നു യുവതിക്ക്. അസ്മയുടെ ആദ്യ 3 പ്രസവങ്ങൾ എവിടെ വെച്ചാണ് നടത്തിയെന്നതിനും വ്യക്തതയില്ല. 4ാമത്തെ പ്രസവം വീട്ടിൽ വെച്ചാണ് നടത്തിയത്. ഒടുവിൽ 5ാമത്തെ പ്രസവവും വീട്ടിൽ തന്നെ നടത്തിയതിന് പിന്നാലെയായിരുന്നു അസ്മയുടെ മരണം. മരണശേഷം അസ്മയുടെ മൃതദേഹവുമായി ഭർത്താവ് പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്നു. പെരുമ്പാവൂരാണ് അസ്മയുടെ സ്വദേശം. നവജാത ശിശുവിനെയും മറ്റ് 4 മക്കളെയും കൊണ്ട് പെരുമ്പാവൂരിലെ വീട്ടിലെത്തിയപ്പോൾ വീട്ടുകാർ പ്രശ്നമുണ്ടാക്കി. അസ്മയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോഴാണ് മകൾ മരിച്ചുവെന്ന് വീട്ടുകാർ അറിയുന്നത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു.